ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖമാണ്. അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ് കേട്ടോ. കുഴപ്പമില്ല, റാഹത്തൊക്കെയാണ്. പിന്നെ ചെറിയ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല, അതുപോലത്തെ ചെറിയ പ്രയാസങ്ങളുണ്ട്. അൽഹംദുലില്ലാ എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, ജീവിതത്തിൽ എന്നും നമ്മളില്ല സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എന്താഗ്രഹിച്ചാലും നടക്കുന്നില്ല. ഹലാലായ എന്താഗ്രഹം മനസ്സിലുണ്ടായാലും അത് നടക്കാത്തൊരവസ്ഥ. നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തിന് പോയാലും എവിടെ പോയാലും പരാജയം അല്ലേ? അങ്ങനത്തെ ഒരുപാട് എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും പരാജയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ മാറില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും നടന്ന് കിട്ടൂല എന്ന് ഇരിക്കൂലേ. പിന്നെ വിധിയെ തടുക്കാൻ അള്ളാഹുവിനെ കൈകൊള്ളും. പക്ഷേ നമ്മൾ ദുആ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല അല്ലേ. എത്ര മാറില്ല എന്ന് പറഞ്ഞാലും എത്ര നടക്കൂല എന്ന് പറഞ്ഞാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഖുർആൻ കൊണ്ടൊക്കെ നമ്മൾ ഖുർആനും ദിക്റും സ്വലാത്തൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായതാണ്, മറ്റുള്ളവർക്ക് ദോഷമില്ലാത്തതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നടക്കും കേട്ടോ. ഈ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം മുടങ്ങാതെ നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിൽ നല്ലൊരു നിയ്യത്ത് വെക്കുക. ആദ്യം എന്താക്കുക, 2 റക്അത്ത് ഉളൂ ചെയ്തിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒരുപാട് തവണ അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ 1, 2, 3 തവണ അല്ല, ഒരുപാട് തവണ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളതിനായിട്ടൊന്ന് മെനക്കെടണം. അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ട് മുടങ്ങി 2-3 ദിവസം പിന്നെയും തുടങ്ങിയിട്ട് ഒരു ദിവസം ചെയ്ത് പിറ്റേന്ന് അത് പൂർത്തിയാക്കാൻ പറ്റാതെ പിന്നെ പിറ്റേന്ന് തുടങ്ങി അങ്ങനെ ചെയ്യരുത്. തുടങ്ങുകയാണെങ്കിൽ 7 ദിവസം മുടങ്ങാതെ ചെയ്ത് നോക്കും. നിങ്ങൾ ഉറപ്പായിട്ടും അൽഹംദുലില്ലാ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് എന്താ പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത, മറ്റുള്ളവർക്കെതിരെയുള്ള ഒരു ആഗ്രഹങ്ങൾ നടക്കാതെ ചെയ്യാതെ നമ്മളെ ആവശ്യങ്ങളും കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഉറപ്പായിട്ടും സാധിക്കും കേട്ടോ. ഇത് 1-ാമത്തെ ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഞാൻ പറഞ്ഞ പോലെ ഉളൂ ചെയ്തിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക കേട്ടോ. ഹാജത്ത് നിസ്കാരം ഭയങ്കര ഫലമാണ് കേട്ടോ, പക്ഷേ അത്ഭുതമാണിത്. അത് 2 റക്അത്ത് നിസ്കരിക്കുക, ഒന്നുമില്ല. ഉസല്ലി സുന്നത്തുൽ ഹാജത്ത് 2 റക്അത്ത് മുത്തവജ്ജിൽ അല്ലാഹു വജ്ജഹത്തു ഫാത്തിഹ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓതുക. എന്നിട്ട് 2 റക്അത്ത് പൂർത്തിയാക്കുക. സലാം വീട്ടിയിട്ട് എന്തൊക്കെ അറിയാം, റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. റബ്ബേ, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, നീ എല്ലാം അറിയുന്നവനാണല്ലോ, നീ എല്ലാം കാണുന്നവനാണല്ലോ, എനിക്ക് ഈ ഒരു ആഗ്രഹം നീ സാധിപ്പിച്ച് തരണേന്ന് പറഞ്ഞു. റബ്ബല്ലാതെ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചവർ ആരുമില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട്, എല്ലാത്തിനും കഴിവുള്ള റബ്ബാണല്ലോ അല്ലേ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ചെയ്തിട്ട് മുടങ്ങരുത്, 2 ദിവസം ചെയ്തിട്ട് മുടങ്ങരുത് കേട്ടോ. 7 ദിവസം തുടർച്ചയായിട്ട് ആത്മാർത്ഥതയോടെ കൂടി മനസ്സാന്നിധ്യത്തോടെ കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. 1-ാമത്തെ ദിവസം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നുള്ള ദിക്റില്ലേ 100 തവണ ചെല്ലുക കേട്ടോ. എന്നിട്ട് അത് ചെല്ലിയിട്ട് എന്താക്കുക, നമ്മൾ ഈ ഒരു കാര്യം 7 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് 7 ദിവസം ദിക്ർ ചെല്ലുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ സൂറത്തുൽ ആലി ഇമ്രാൻ ഇല്ലേ, അതും കൂടെ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇന്ന സമയത്ത് തന്നെ ഓതണമെന്നില്ല, നിങ്ങൾക്ക് ഏത് സമയത്താണ് പറ്റിച്ച ആ സമയത്ത് ഒരു ദിവസം കൊണ്ടൊരു ദിവസം പിന്നെ 5 നിസ്കാരത്തിന് ശേഷം കുറച്ച് അത്യാവശ്യം വലിയ സൂറത്താണല്ലോ. അപ്പം പിന്നെ കുറച്ച് ഒരു ദിവസം കൊണ്ട് ഒന്നെങ്കിലും ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ അതേപോലെ എന്താ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്ന് പറയാത്തൊക്കെ ആണല്ലേ, എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പിന്നെ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ 1-ാമത്തെ ദിവസം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്നാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് വെച്ചാൽ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചെല്ലാൻ ശ്രമിക്കട്ടെ. നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ സുബഹിക്ക് ശേഷം തുടങ്ങുക കേട്ടോ. എന്നിട്ട് പിന്നെ എന്തൊക്കെ അറിയാം, ഫസ്റ്റ് തുടങ്ങുന്ന സുബഹിക്കാണല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ അന്ന് തന്നെ നമ്മൾ ആലി ഇമ്രാൻ സൂറത്ത് തുടങ്ങി വെക്കുക. അന്ന് ഒറ്റ ഇരിപ്പ് തന്നെ ഓതാൻ കഴിയുന്നത് അത്രയും നല്ലതാണ്. ഇടയിൽ സംസാരിക്കൊന്നും ചെയ്യാതെ അത്രയും ഒരു സംസാരമോ മറ്റിലേക്ക് ശ്രദ്ധയൊന്നും പോവാതെ ബന്ധപരമായ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ ഉളൂ ചെയ്തിട്ട് ആലി ഇമ്രാൻ സൂറത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നത് വരെ നമ്മൾ പൂർത്തിയാക്കുക കേട്ടോ. പിന്നെ 2-ാമത്തെ ദിവസം എന്താ പറയുക, ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഈ ഒരു ദിക്റില്ലേ നമ്മൾ 100 തവണ ചെല്ലുക കേട്ടോ ഇസ്തിഗ്ഫാർ. അതേപോലെ തന്നെ മുടങ്ങാതെ 2-ാമത്തെ ദിവസമാണ് കേട്ടോ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്. ആദ്യത്തെ ദിവസം
ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നാണ്. പിന്നെ തുടങ്ങുന്ന ദിവസം തന്നെ നമ്മൾ എന്താക്കുക അറിയുക, ഈ ഒരു കാര്യം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു ആലി ഇമ്രാൻ സൂറത്ത് ഓതാൻ ശ്രമിക്കുക. എല്ലാം ഞാൻ ഫുൾ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. പിന്നെ മൂന്നാമത്തെ ദിവസം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്റും 100 തവണ ചൊല്ലുക കേട്ടോ. മൂന്നാമത്തെ ദിവസം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഒരു ദിവസം ചെയ്യുക, പിറ്റേന്ന് ഞാൻ പറഞ്ഞ അതേപോലത്തെ ദിക്ർ ചൊല്ലുക കേട്ടോ. പിന്നെ നാലാമത്തെ ദിവസം നമ്മൾ യാ അനിയു യാ വഹാബു യാ റസാഖു യാ ഫത്താഹു, യാ അനിയു യാ അല്ലാ യാ വഹാബു യാ അല്ലാ യാ റസാഖു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ. ഈ ഒരു ദിക്റില്ല ഓരോന്നും 100 തവണ ചൊല്ലുക. മൊത്തത്തിലല്ല, ഓരോന്നും യാ അനി യാ അല്ലാ യാ അനി യാ അല്ലാന്നോ യാ വഹാബു യാ അല്ലാ യാ റസാഖു യാ അല്ലാ, അങ്ങനെ ഓരോ ദിക്റും 100 തവണ ചൊല്ലുക നാലാമത്തെ ദിവസം. ഭയങ്കര ഫലാട്ടോ, ഭയങ്കര. ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കിയല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും സമ്പത്തിന് ബുദ്ധിമുട്ടാവില്ല. സാമ്പത്തികമായി നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ പോകേണ്ട അവസ്ഥ റബ്ബ് നമുക്ക് തരൂല. എനിക്കൊക്കെ അനുഭവമുള്ളൂ, ഞാൻ പറയാം കേട്ടോ. അതേപോലെ തന്നെ അഞ്ചാമത്തെ ദിവസം നമ്മൾ ചെല്ലേണ്ടത് യാ ലത്തീഫു യാ അല്ലാ യാ വദൂദ് യാ അല്ലാ 111 തവണയാണ് കേട്ടോ. ഈ യാ ലത്തീഫ് യാ അല്ലാന്ന് സുബഹിക്ക് ശേഷം ഒരാൾ 129 തവണ ചെല്ലുകയാണെന്നുണ്ടല്ലോ, ഭയങ്കര ആ ആൾക്കില്ലേ അള്ളാഹു ഒരു പ്രയാസവും തന്ന് പരീക്ഷിക്കൂല. അത്രയും ഫലമാണ്. ഞാനൊക്കെ വർഷങ്ങളായിട്ട് പിന്നെ ചെറിയ പ്രായത്തിലെങ്ങാനും ഞാൻ അതുക്കാരിലെങ്ങാനും കണ്ടതാണ്. അന്നൊക്കെ 313 ഏടുണ്ടാവുമല്ലോ, അതിലെങ്ങാനും കണ്ടതാണ് യാ ലത്തീഫ് യാ അല്ലാ. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ പതിവാക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. പിന്നെ ഈ ഒരു അഞ്ചാമത്തെ ദിവസം ദിക്ർ ഭയങ്കര ഫലമാണ്. അതുപോലെ യാ വദൂദ് സ്നേഹാനിധിയായ അല്ലാ എന്നാണ്. അപ്പോൾ ഈ എന്താ പറയുക, നമുക്ക് ആരെങ്കിലും സ്നേഹം കിട്ടണമെങ്കിൽ ഈ യാ വദൂദ് എന്ന ഇസ്മു ചൊല്ലിയാൽ ഭയങ്കര ഫലം കേട്ടോ. അപ്പം അഞ്ചാമത്തെ ദിവസം എന്താ പറയുക, യാ ലത്തീഫ് യാ അല്ലാ യാ വദൂദ് യാ അല്ലാ കേട്ടോ. ആറാമത്തെ ദിവസം നിങ്ങൾ എന്താ പറയുക, ഇത് ഓരോന്നും ചെയ്യുന്ന ദിവസങ്ങളില്ലേ ആലി ഇമ്രാൻ സൂറത്തും പതിവാക്കണം കേട്ടോ. ഒരു ദിവസം ഒരു ആലി ഇമ്രാൻ സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ആറാമത്തെ ദിവസം റബ്ബ ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫക്കീർ. ഈ ഒരു ദിക്റില്ലേ ഭയങ്കര ഫലം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം കൊണ്ടും പരീക്ഷിക്കപ്പെട്ട സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം റബ്ബിനോട് ദുആ ചെയ്ത പ്രാർത്ഥനയാണത്. അത് ഭയങ്കര ഫലമായിട്ടോ. നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു തവണയെങ്കിലും പിന്നെ നമ്മൾ ആ ഒരു പ്രാർത്ഥന പതിവാക്കണം. ഭയങ്കര ഫലമായിട്ടോ, നമുക്ക് പരീക്ഷണം ഉണ്ടാവില്ല. അതേപോലെ ഏഴാമത്തെ ദിവസം നമ്മളില്ലേ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഈ ഒരു ദിക്ർ 100 തവണ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മളില്ലേ 1 മുതൽ എന്നാ കഴിയുന്നതും നമ്മൾ വെള്ളിയാഴ്ച സുബഹിക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം പിന്നെ ഏഴാമത്തെ ദിവസം 7 ദിവസം 7 ദിക്ർ ഈ ഒരു കണക്കനുസരിച്ച് എല്ലാം ചെയ്യുക. അതിൻ്റെ കൂടെ എല്ലാ ദിവസവും സൂറത്തുൽ ആലി ഇമ്രാൻ പതിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ദിവസം ചെല്ലിയിട്ട് 2 ദിവസം ചെല്ലി 3 ദിവസം ചെല്ലിയിട്ട് മുടങ്ങിയിട്ട് പിന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചില്ല എന്നുള്ള പരാതിയൊന്നും പറയരുത്. നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബ് എനിക്ക് തരും, എൻ്റെ റബ്ബ് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു, എൻ്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തൂല, എൻ്റെ റബ്ബ് എന്നെ പരാജയപ്പെടുത്തൂല. അപ്പോൾ എന്നിട്ട് ആ ഒരു നിയത്തോടെ കൂടി നിങ്ങൾ ചെയ്ത് നോക്കി. നമ്മൾ എവിടെയും തകർന്നു പോകില്ല. എന്തറിയാം, ഞാൻ അത്രയും പറയും കാരണം ഞാനിത് എന്താ പറയുക ചെയ്ത് ഒരുപാട് ദിവസമായിട്ട് ചെയ്തു വരുന്ന കാര്യം. എനിക്ക് എന്തെങ്കിലും നടക്കാനുള്ള ഹലാലായ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യട്ടോ. അതേപോലെ വേറെ നിസ്കാരം ആക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കട്ടെ. നിസ്കാരത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത കാര്യം നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുള്ള എല്ലാവരും മനുഷ്യ നിർബന്ധമായ കാര്യമാണ് നിസ്കാരം. അപ്പോൾ അത് നമ്മളില്ല കഴിയുന്നതും ഒരു ആക്കാത്ത സമയത്തിൽ ആദ്യം തന്നെ ശ്രമിക്കാതെ ആരോടും വെറുപ്പും ദേഷ്യവും പകയും വിദ്വേഷവും ഒന്നും വെക്കാതെ നല്ലൊരു ഹൃദയത്തിലുടമയാകുക. മറ്റുള്ളവരുടെ വിഷമത്തിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും മറ്റുള്ളവർക്ക് ദുആ ചെയ്യാൻ കഴിയുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. എന്താ പറയുക, സഹായിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹായവും റബ്ബിൻ്റെ കാവലും ഉണ്ടാവും. അതേപോലെ ഒരു ദിവസം നിങ്ങൾ ഒരു തവണയെങ്കിലും എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ആത്മാർത്ഥമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് നടക്കാത്ത ആഗ്രഹം സാധിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.